പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കേവർക്കും ഈ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്ന് പറയുന്നത് ഒരു മാഗസീൻ ഹോളാണ്. ഡിസംബർ ആദ്യത്തെ ആഴ്ച, അതായത് 2024 ഡിസംബർ ആദ്യത്തെ ആഴ്ച ഞാൻ വാങ്ങിയ മാഗസീനുകളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. അപ്പം ഈ മാഗസീൻ ഹോൾ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് നിങ്ങൾ കാണുന്ന പോപ്പുലറായിട്ടുള്ള മാഗസീൻസ് തന്നെയാണ്. അതായത് എപ്പോഴും ഞാൻ ഹോൾ ചെയ്യുന്നതും ഞാൻ എവിടെ പോയാലും വാങ്ങിയും ചെയ്യുന്ന ഒരു മാഗസീൻസാണ് ഇപ്രാവശ്യം ഉള്ളതെല്ലാം. അപ്പം അത് ഓരോന്നായിട്ട് പരിചയപ്പെടുത്താം. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ സ്ഥിരമായിട്ടുള്ള മാതൃഭൂമി. അപ്പോൾ മാതൃഭൂമി ആഴ്ച പതിപ്പാണ്. ഡിസംബർ 8 വരെയുള്ള 2024 ഡിസംബർ 8 വരെയുള്ള മാതൃഭൂമി ആഴ്ച പതിപ്പ്. അപ്പോൾ അതിൻ്റെ കവറായിട്ട് വന്നിട്ടുള്ളത് പാക്കനാരും വെളുത്തച്ഛനും, മലയാളത്തിലെ ദളിത് പ്രതിരോധ കവിതയുടെ അടിവേരുകൾ, ഡോക്ടർ പി രഞ്ജിത്ത്. അപ്പോൾ ഡോക്ടർ പി രഞ്ജിത്ത് തയ്യാറാക്കിയിട്ടുള്ള ഒരു ലേഖന പരമ്പരയാണ്, ഒരു ലേഖനമാണ്, ഒരു ആർട്ടിക്കിളാണ് കവർ സ്റ്റോറി ആയിട്ട് വന്നിട്ടുള്ളത്. അതെന്ന് പറയുന്നത് പാക്കനാരും വെളുത്തച്ഛനും, മലയാളത്തിലെ ദളിത് പ്രതിരോധ കവിതയുടെ അടിവേരുകൾ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു ഫീച്ചറാണ് എഴുതിയിട്ടുള്ളത് ഡോക്ടർ പി രഞ്ജിത്താണ്. അപ്പോൾ അദ്ദേഹം ഇതിനെപ്പറ്റി ഒരു പഠനം നടത്തി. ആ പഠനമാണ് കവറായിട്ട് വന്നിട്ടുള്ളത്. അതുകൂടാതെ എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ തന്നെ, അതായത് ദളിത് കവിത, പ്രതിരോധ കവിതയെ പറ്റി തന്നെയുള്ള ഈ വിഷയത്തെപ്പറ്റി മറ്റുള്ളവർ എഴുതുന്നുണ്ട്. അപ്പോൾ അതാരൊക്കെയാണെന്നുള്ളതാണെന്ന് തോന്നുന്നു കവറിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. അതെന്ന് പറഞ്ഞാൽ സച്ചിദാനന്ദൻ, കെ പി രാമനുണ്ണി, കൽപ്പറ്റ നാരായണൻ, എസ് കെ വസന്തൻ, രാമചന്ദ്ര ഗുഹ, ബെന്യാമിൻ, ഇന്ദ്രൻസ്, കെ ആർ ടോണി, കെ സി നാരായണൻ, രാംമോഹൻ പാലിയത്ത്, വിനിൽ പോൾ, കെ ഷെരീഫ്. അപ്പോൾ ഇത് ഈ ആഴ്ച പതിപ്പിൽ എഴുതുന്ന ആൾക്കാരുടെ പേരാണ് കേട്ടോ. എനിക്ക് ദളിത് കവിതയുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ എഴുതുന്നത് തോന്നില്ല. കാര്യം വെച്ചാൽ രാമചന്ദ്ര ഗുഹയും പിന്നെ ഇന്ദ്രൻസും ഒക്കെ സ്ഥിരം പങ്ക്തികളാണ്, അതുകൊണ്ടാണ് പറഞ്ഞതാണ്. അപ്പം ഇന്ദ്രൻസിൻ്റെ ആത്മകഥ സ്ഥിരമായിട്ട് സീരിയലൈസ് ചെയ്യുന്നു. ബെന്യാമിൻ്റെ നോവൽ മൾബറി സീരിയലൈസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കെ ഷെരീഫ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ്, അദ്ദേഹത്തിൻ്റെ വാക്കൗട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഒരു പടം എല്ലാ ആഴ്ച പതിപ്പിൻ്റെയും പുറയിൽ ഇതേ കണക്ക് ഒരു ആർട്ട് കെ ഷെരീഫിൻ്റെ വക ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഈ ആഴ്ച പതിപ്പിൽ വരുന്ന സുപ്രധാന ആൾക്കാരെല്ലാം പേര് കൊടുത്തിരിക്കുകയാണ്. അപ്പം കവർ സ്റ്റോറി എഴുതുന്നത് ഡോക്ടർ പി രഞ്ജിത്താണ്. മലയാളി ആൽബം 1881 പകർത്തിയ ചിത്രം, 1881 പകർത്തിയ ഒരു വ്യക്തിയുടെ പടമാണ്, കേരളത്തിലെ ഒരു വ്യക്തിയുടെ പടമാണ് കവറായിട്ട് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ദളിത് സമുദായമായിട്ട് ബന്ധപ്പെട്ട ആളായിരിക്കും, കാരണം അതായിരിക്കുമല്ലോ കവറായിട്ട് വന്നിട്ടുള്ളത് 1881. അപ്പോൾ ഇതിനകത്ത് ഒരു മലയാളി ആൽബം എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് മാതൃഭൂമിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, മലയാളി ആൽബം. അപ്പോൾ അതിനകത്ത് ഈ പഴയ കാലത്തെ ഫോട്ടോകൾ കൊടുക്കുകയും അതിന് ഡിസ്ക്രിപ്ഷൻസ് വരികയും ചെയ്യും. അപ്പോൾ അതിങ്ങനെ സീരീസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഫോട്ടോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, മലയാളി ആൽബം എന്ന് പ്രത്യേകം. അപ്പോൾ അതിനകത്ത് വരുന്ന ഒരു ഫോട്ടോ കൂടിയാണ്. അപ്പം ഈ ദളിതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫോട്ടോ ആയിരിക്കണം. അടുത്ത ഉള്ളടക്കം. ഇതാണ് ഉള്ളടക്കം പേജ്. ഉള്ളടക്കം പേജിൽ ഒന്ന് വയലോപ്പള്ളി സ്മരണയാണ്. അപ്പോൾ വയലോപ്പള്ളിയുടെ ഓർമ്മ ഉള്ള മാസമാണ്. അപ്പോൾ അതുകൊണ്ട് വയലോപ്പള്ളി സ്മരണ അതെഴുതുന്നത് 2 പേരാണ്. വയലോപ്പള്ളി സ്മരണ അത് 2 വായിക്കാം. ഒന്നെന്ന് പറയുന്നത് നീ അഴിക്കുന്നു പേർത്തും, എഴുതിയിട്ടുള്ളത് കൽപ്പറ്റ നാരായണൻ. വിമർശകനായ വയലോപ്പള്ളി, എഴുതിയിട്ടുള്ളത് എസ് കെ വസന്തൻ. പിന്നെ കവിതകൾ, ഈ ആഴ്ചത്തെ കവിതകൾ നിധിചാല സുഗമ, എഴുതിയിട്ടുള്ളത് സച്ചിദാനന്ദൻ. നിധിചാല സുഗമ എന്നുള്ളത് കവിതയുടെ പേരാണ്, എഴുതിയിട്ടുള്ളത് സച്ചിദാനന്ദൻ. ഐസ്ക്രീം എന്നൊരു കവിത, അത് എഴുതിയിട്ടുള്ളത് കെ ആർ ടോണി. അതിനുശേഷം കഥ, ഉറുബ് എന്ന ആംബുലൻസ് ഡ്രൈവർ എന്ന് പറയുന്നത് കെ പി രാമനുണ്ണി എഴുതിയ ഒരു കഥയാണ് ഈ ലക്കം. പിന്നെ ഭൂതവും വർത്തമാനവും എന്ന് പറയുന്നത് രാമചന്ദ്ര ഗുഹ എഴുതുന്ന ഒരു സ്ഥിരം പങ്ക്തിയാണ്. അപ്പോൾ അതിനകത്ത് ഈ ആഴ്ചത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഗാന്ധി ഗ്രാമത്തിലേക്ക് വീണ്ടും ഒരു യാത്ര, അതായിട്ടുള്ള രാമചന്ദ്ര ഗുഹ. പിന്നെ നോവൽ മൾബറി സീരീസാണ്. അതുപോലെ ആത്മകഥ ഇന്ദ്രൻസിൻ്റെ ആത്മകഥ സീരീസാണ്. അതുപോലെ നിരക്ഷരരുടെ നവകേരളം എന്ന് പറയുന്ന സീരീസാണ്. 48 അധ്യായമായി. ഞാനിത് തുടങ്ങിയ സമയത്ത്, മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ നിരക്ഷരരുടെ നവകേരളം തുടങ്ങിയ സമയത്ത്, ആദ്യത്തെ ഇതൊക്കെ ഇങ്ങനെ തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം ഒരാളൊരു ആർട്ടിക്കിൾ എഴുതും, അതിനുശേഷം അടുത്ത ആൾ കൗണ്ടർ. അങ്ങനെ ഞാൻ ഓർത്ത് ഒരു 3, 4, 5 ഇത് പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. കാര്യം എന്ന് വെച്ചാൽ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വായിക്കാറേ ഇല്ല നിരക്ഷരയുടെ നവകേരളം വായിക്കാറില്ല. കാര്യം എന്ന് വെച്ചാൽ സീരീസ് ആയതുകൊണ്ട്, തൊട്ട് മുമ്പ് എന്താ ഡിസ്കഷൻ നടന്നതെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ വായിക്കാറില്ല. നോവൽ വായിക്കാറില്ല, ഇന്ദ്രൻസിൻ്റെ ആത്മകഥ വായിക്കാറില്ല. കാരണം ഞാൻ വല്ലപ്പോഴും ഈ മാഗസീൻ വാങ്ങിക്കുന്ന ആളായതുകൊണ്ട് ഇതൊന്നും വായിക്കാറില്ല. പക്ഷേ ഇത് നിരക്ഷരയുടെ നവകേരളം 48 വരെയൊക്കെ പോകുന്നു. ഞാൻ ഓർത്ത ആദ്യത്തെ 5 എന്ന് വെച്ചാൽ MN കാരശ്ശേരി, അങ്ങനെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് ഞാൻ യൂട്യൂബിൽ മറ്റൊക്കെ കേട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഓർക്കുന്നത് MN കാരശ്ശേരി ഒന്ന് പറയും, പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരാൾ അതിനൊരു കൗണ്ടർ പറയും, പിന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾ എന്നുവെച്ചാൽ ഈ ഇംഗ്ലീഷ് മലയാളം ആളുകൾക്ക് അറിയുന്നില്ല എന്നുള്ളതാണല്ലോ ഇതിൻ്റെ
പോയിന്റ്. അപ്പോൾ തിരിച്ചും പറയുന്ന ആൾക്കാർ വേണമല്ലോ, നമുക്ക് ഇംഗ്ലീഷ് മതി, മലയാളം അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ ഒരാൾ പറയും. അങ്ങനെ ഒരു 5-6 അധ്യായം പോകുമെന്ന് പറഞ്ഞ് ഇതിപ്പോൾ 48-ാം അധ്യായമായി. അടുത്തത് നമ്മുടെ ഇത് പ്രതിരോധ കവിതയുടെ ദളിത് പാരമ്പര്യം, അതാണ് ഇന്ന് കവർ സ്റ്റോറി. അതിനകത്ത് പാക്കനാർ 900-വും അർത്തുങ്കൽ വെളുത്തച്ഛനും, 2 ആൾക്കാരെ പറ്റിയുള്ള എന്താ പറയുക ജീവചരിത്രവും അവരുടെ സംഭാവനകളുമായിരിക്കും കവിതയിലുള്ള. ഇത് തയ്യാറാക്കിയിട്ടുള്ളത് ഡോക്ടർ പി രഞ്ജിത്താണ്. അതിൻ്റെ ബ്ലർബ് ഒന്ന് വായിക്കാം, കവറിൻ്റെ ബ്ലർബ്. ദളിത് പ്രതിരോധത്തിൻ്റെ ശക്തമായ അടയാളങ്ങളുള്ള പാക്കനാർ 900 എന്ന അസാധാരണ പ്രാചീന കാവ്യത്തെ പറ്റിയും അതിൻ്റെ അപൂർവമായ പരിഭാഷയെ പറ്റിയുമാണ് ഈ പഠനം. അതായത് പാക്കനാർ 900 എന്ന് പറയുന്ന ഒരു കവിത, ഇതൊരു കവിതയുടെ പേരാണ്, കാവ്യത്തിൻ്റെ പേരാണ്. ഒരു മഹാകാവ്യം എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാവ്യത്തിൻ്റെ പേരാണ്. മഹാകാവ്യമാണോന്ന് എനിക്കറിയില്ല. പക്ഷേ പാക്കനാർ 900, ഞാൻ പാക്കനാർ 900 എന്ന് കേട്ടപ്പോഴേ ഞാൻ ഓർത്തു ഒരാളുടെ പേരാണെന്ന്. ഒരാളുടെ പേരുള്ളത് കവിതയുടെ പേരാണ്. അപ്പോൾ അത് ആ കവിതയെ പറ്റിയും അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷനെ പറ്റിയുള്ള പഠനമാണ് ഈ ആഴ്ചത്തെ കവർ സ്റ്റോറി. അതിനുശേഷം സ്ഥിരം പങ്ക്തികളായിട്ടോ വായനക്കാർ എഴുതുന്നു, മലയാളി ആൽബം, ഞാൻ പറഞ്ഞു മലയാളി ആൽബം സ്ഥിരമുള്ള പങ്ക്തിയാണ്. പിന്നെ പുസ്തകക്കുറിപ്പുകൾ, ഇന്ത്യൻ കല, വാക്ക് വിത്ത് കുട്ടേട്ടൻ, അക്ഷരം പ്രതി, അത് വരുന്നത് KC നാരായണനാണ്. അക്ഷരം പ്രതിക്കകത്ത് എപ്പോഴും മലയാളം എങ്ങനെ നല്ല മലയാളം എന്നുള്ളതാണ് അക്ഷരം പ്രതി. അതായത് എങ്ങനെയാണ് മലയാളം എഴുതേണ്ടത്, നല്ല മലയാള വാക്കുകൾ എന്തൊക്കെയാണ്, പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചില വാക്കുകളുടെ അർത്ഥം, അതൊക്കെയാണ് അക്ഷരം പ്രതിയിൽ വരുന്നത്, മലയാളത്തെ പറ്റിയുള്ള. അടുത്തത് വിഭിനിമേഷം സ്ഥിരമുള്ള രാംമോഹൻ പാലിയത്തിൻ്റെ സ്ഥിരം പങ്ക്തി. പിന്നെ വാക്കൗട്ട് K ഷെരീഫ്, ഞാൻ കാണിച്ചു. വാക്കൗട്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പടമായിരിക്കും, ഒരു ആധുനിക പടം. നമുക്ക് മനസ്സിലാവത്തൊന്നുമില്ല എന്താണ് പുള്ളി ഉദ്ദേശിച്ചത്. ഏതാണ്ട് ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് പുള്ളിയുടെ എല്ലാ പടങ്ങളും എല്ലാ ആഴ്ചയും വരുന്നത്. ഇത് എങ്ങനെ മനസ്സിലാക്കാനാണ്, നമുക്കത്ര ബുദ്ധിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെപ്പോഴും കാണാറുണ്ട് പടം K ഷെരീഫ്. അതുകൊണ്ട് K ഷെരീഫിനെ ഭയങ്കര ഫേമസ് ആണ്, അതായത് നമുക്ക് ഭയങ്കരമായിട്ട് അറിയാം K ഷെരീഫ്. അതുപോലെ തന്നെ K ഷെരീഫ് ഒരുപാട് ഈ DC ബുക്സിൻ്റെ മാതൃഭൂമിയുടെയൊക്കെ നോവലുകളൊക്കെ ഇല്ലുസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് K ഷെരീഫ് എന്നുള്ള പേരറിയാം. അങ്ങനെ K ഷെരീഫ്, ഞാൻ എനിക്ക് മുഖം അറിഞ്ഞുകൂടെങ്കിലും ആളെ അറിയാം. അങ്ങനെ ഇതാണ് ഡിസംബർ 8 വരെയുള്ള മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്. അതിനുശേഷം സ്ഥിരമായിട്ടുള്ള ഡിസംബറിലുള്ള മാതൃഭൂമി GK ആൻഡ് കറണ്ട് അഫയേഴ്സ്, അതാണ് അടുത്തത്. മാതൃഭൂമി GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ഇതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് പാർട്ട് 1. അതായത് കഴിഞ്ഞ വർഷവും ഈ ഡിസംബറിലുള്ളത് ഞാൻ വാങ്ങിച്ചതാണ്. വായിക്കത്തൊന്നുമില്ല എങ്കിലും വാങ്ങിച്ചു, നമ്മളെ ജനനോളജിനുള്ള ഒരു ഇതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചു വെക്കും. അതായത് ഇതെന്ന് പറഞ്ഞാൽ 2024 നടന്ന സുപ്രധാന സംഭവങ്ങളെല്ലാം ചോദ്യോത്തര രൂപത്തിൽ പാർട്ട് 1, ഇനി ജനുവരിയിൽ പാർട്ട് 2. അങ്ങനെ അതായത് ഒരു ജനുവരി തൊട്ട് ജൂൺ വരെ നടന്ന സംഭവങ്ങളെ ഒരു ചോദ്യോത്തര രൂപത്തിലാക്കി അവർ അവതരിപ്പിക്കുന്നുണ്ട്. അതാണ് ഇത് എന്ത് പറയുന്നത് GK ആൻഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ഡിസംബറിലൊക്കെ. അതുപോലെ ജനുവരിയിലും ഇതിൻ്റെ ബാക്കിയുണ്ട്. അതായത് 2024 നടന്ന എന്തൊക്കെയാണെന്നുള്ള ഒരു ഓവറോൾ കിട്ടും. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഡിസംബർ പർച്ചേസ് ചെയ്ത്. കഴിഞ്ഞ വട്ടവും ഞാൻ വാങ്ങിച്ചു, ഹോൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതൊന്നും വായിച്ചില്ല സത്യം പറയാം, സമയം കിട്ടാത്തോട്ട്. ട്രംപ് യുഗം, കവർ സ്റ്റോറി ട്രംപ് ആട്ടോ. ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റായ ട്രംപാണ് കവർ സ്റ്റോറി. ട്രംപ് യുഗം വീണ്ടും വരുമ്പോൾ, ഇന്ത്യ കാനഡ ഉലയുന്ന ബന്ധം, ഇന്ത്യ ചൈന ഉണങ്ങുന്ന മുറിവ്, MSME ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടൽ. കവർ സ്റ്റോറി ട്രംപ് യുഗം വീണ്ടും വരുമ്പോഴാണ്. അതുകൂടാതെ 4 ചെറിയ കവർ സ്റ്റോറികളും കൂടുണ്ട്. ഒന്ന് ഇന്ത്യ കാനഡ ബന്ധം, ഉലയുന്ന ബന്ധം, ഇന്ത്യയും കാനഡയും തമ്മിൽ ഉലയുകയാണ് ബന്ധം. അതേസമയം ഇന്ത്യ ചൈന ബന്ധം, ഉണങ്ങുന്ന മുറിവ്, അതെനിക്കിഷ്ടപ്പെട്ടു. ഉണങ്ങുന്ന മുറിവ് ആൾറെഡി രംഗം വഷളാണ്, പക്ഷേ ഇപ്പം കുറച്ച് സമാധാനം ഇതായിട്ട് വരുന്നത്. MSME ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടൽ. പിന്നെ ഇയർ എൻഡർ പാർട്ട് 1, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. കടന്നു പോകുന്ന വർഷത്തെ സമഗ്ര വിവരങ്ങൾ ചോദ്യോത്തര രൂപത്തിൽ. അത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, അപ്പോൾ ഈ വർഷം എനിക്ക് കാണുമെന്ന് എനിക്ക് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ചാടി ഓടിപ്പോയി ആദ്യം തന്നെ പർച്ചേസ് ചെയ്തത്. കഴിഞ്ഞ വട്ടം എനിക്ക് ജനുവരിയിലേതോ ഡിസംബറിൽ ഏതോ ഒരെണ്ണം കിട്ടിയില്ല എനിക്ക്, പിന്നെ ഞാൻ തപ്പി നടന്ന് സംഘടിപ്പിച്ചു. ഇതാണ് ഉള്ളടക്കം പേജ്. ഉള്ളടക്കം നിരത്തി വായിക്കുവാണ്. ഇയർ എൻഡറാണ് സുപ്രധാനം. അതിനകത്ത് ലോകം, കേരളം, ഇന്ത്യ, കായികം, അങ്ങനെ 4 ഹെഡിങ്ങിലായിട്ട് തിരിച്ചിട്ടാണ് അവർ ചോദ്യോത്തരങ്ങൾ എടുത്തിരിക്കുന്നത്. ലോകത്ത് എന്ത് നടന്നു, കേരളത്തിൽ എന്ത് നടന്നു, ഇന്ത്യയിൽ എന്ത് നടന്നു, അതെല്ലാം ചോദ്യോത്തര പങ്ക്തിയാണ്. ഞാൻ കഴിഞ്ഞ വട്ടം 3 ഇതിലെ ഓരോന്നിൻ്റെയും ആദ്യത്തെ 3 വായിക്കുകയും ചെയ്തു. അത് ഇപ്രാവശ്യം ചെയ്യുന്നതായിരിക്കും, അത്രയ്ക്കായി. കഴിഞ്ഞ വട്ടം ഞാനൊന്ന് ഒരു സാമ്പിൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി, ചോദ്യോത്തര രൂപത്തിൽ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ആദ്യത്തെ 3 ചോദ്യവും അതിൻ്റെ ഉത്തരവും വായിച്ചായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം അത് ചെയ്യാം. കടന്നു പോകുന്ന വർഷത്തെ സമഗ്ര വിവരങ്ങൾ ചോദ്യോത്തര രൂപത്തിൽ. അത് കഴിഞ്ഞിട്ട് ഇൻ്റർനാഷണൽ US-ൽ വീണ്ടും ട്രംപ് യുഗം, അത് എഴുതുന്നത് ഹർഷ സുരേന്ദ്രൻ. ഡിപ്ലോമസി, അതിൽ വരുന്നത് പുതുദിശ തേടുന്ന ഇന്ത്യ ചൈന ബന്ധം, എഴുതുന്നത്
രജീഷ് കുമാർ. കൺഫ്ലിക്റ്റ്, ഇന്ത്യ കാനഡ വലുതാകുന്ന വിള്ളൽ, എഴുതുന്നത് ഡോക്ടർ സന്തോഷ് മാത്യു വേരനാനി. എക്കണോമിയിൽ എഴുതുന്നത് MSME, ഇന്ത്യൻ സമ്പദ്ഘടനയുടെ അച്ചുതണ്ട്, എഴുതുന്നത് ഡോക്ടർ മേരി ജോർജ്. എനിക്ക് തോന്നുന്നു ഈ ഇതിൽ വരുന്നതാണല്ലോ, പടം കൊടുത്തിട്ടുണ്ടോ എനിക്കറിയില്ല, ഈ വാർത്ത ന്യൂസ് ചാനലിലൊക്കെ വരുന്ന ഒരു സ്ത്രീയുണ്ട്, ഒരു പ്രായമുള്ള, അവരാണോന്നറിയില്ല, മേരി ജോർജ്. ഞാൻ ആ പേര് മറന്നേ, പക്ഷേ അവരുടെ പേര് ഏതാണ്ട് അതുപോലെയാണ്. ആ പടം കൊടുത്തിട്ടില്ല എഴുതിയാളുടെ, അല്ലെങ്കിൽ അറിയായിരുന്നു. കാരണം വെച്ചാൽ സ്ഥിരമായിട്ട് നമ്മൾ TV കണ്ട് നല്ല പരിചയമുള്ളൊരു മോവാണ്. ഒരു പറയുന്ന ഒരു സാമ്പത്തിക വിദഗ്ധയുണ്ട്. അപ്പോൾ അവരാണോ മേരി ജോർജ്? അടുത്ത ഫിസിയോളജി, MIRNA, ജീവിതത്തിലെ മൗന സേനാപതികൾ, ഡോക്ടർ S നജീബ് എഴുതുകയാണ്. MIRNA, അത് MNRNA എന്ന് പറയുന്ന സംഭവത്തെ പറ്റി, അത് RNAയുടെ തന്നെ ഒരു വിഭാഗമാണ്. പിന്നെ സ്ഥിരം പങ്ക്തികൾ ഓരോന്നോരോന്നുണ്ട് വായിക്കാം. ക്വിക്ക് റീഡ്സ്, ബുക്ക് ഷെൽഫ്, ബസ് വേർഡ്, മാസ്ട്രിയോ, ദ പേഴ്സൺ, ക്യുസോൺ, ദ ബീക്കൺ, കറണ്ട് ഇവൻറ്റ്സ്, സ്പോർട്സ്, അബോർജിനൽസ്. ഞാൻ അടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം, ഈയിടെയായിട്ട് മാത്രം സ്ഥിരമായി ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് ബുക്കുകൾ, നമ്മുടെ ചാനൽ പുസ്തകങ്ങളെ പറ്റിയുള്ള ചാനലായതുകൊണ്ട് ഈ ബുക്ക് ഷെൽഫ്, ഗുഡ് റീഡ്സ് എന്ന് പറഞ്ഞ ഒരു 5 ബുക്ക് റെക്കമെൻഡ് ചെയ്യും എല്ലാ മാസവും 5 ബുക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഈ അടിഭാഗത്തായിട്ട് ഇവിടെ ഗുഡ് റീഡ്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു സ്ഥിരം പങ്ക്തിയാണ്, കോളമാണ്. 5 ബുക്ക് എപ്പോഴും റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ ഞാൻ ആ ബുക്കുകളുടെ പേരുകൾ മാത്രം വായിക്കും. അതുപോലെ 3 ഡോക്യുമെൻ്ററിയും അവർ റെക്കമെൻഡ് ചെയ്യും, സിനിമ റെക്കമെൻഡ് ചെയ്യും. പക്ഷേ ബുക്ക് മാത്രം 5 ബുക്കുകൾ മാത്രം. ഒന്ന് പറഞ്ഞാൽ ഇൻ പർസ്യൂട്ട് ഓഫ് ഡെമോക്രസി ബിയോണ്ട് പാർട്ടി ലൈൻസ്, നജ്മ ഹെപ്തുള്ള എഴുതിയിട്ടുള്ള ഇൻ പർസ്യൂട്ട് ഓഫ് ഡെമോക്രസി ബിയോണ്ട് പാർട്ടി ലൈൻസ്. അതിൻ്റെ ചെറിയ ബ്ലർബും കൊണ്ട് വായിക്കാം. ഇന്ദിരാഗാന്ധി മുതൽ നരേന്ദ്രമോദി വരെയുള്ളവർക്കൊപ്പം പ്രവർത്തിച്ച ശ്രദ്ധേയ രാഷ്ട്രീയ വ്യക്തിത്വമായ നജ്മ ഹെപ്തുള്ളയുടെ ആത്മകഥ, ഓട്ടോബയോഗ്രഫിയാണ്. മിഡിൽ ക്ലാസ് ഇന്ത്യ, ഡ്രൈവിംഗ് ചേഞ്ച് ഇൻ 21st സെഞ്ച്വറി, എഴുതിയിട്ടുള്ളത് മനീഷ പാണ്ഡെയാണ്. അതിൻ്റെ ബ്ലർബ് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ജനസംഖ്യയിലെ നിർണായക ഘടകമായ മധ്യവർഗം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ച്. ഇന്ത്യൻ മിഡിൽ ക്ലാസ്സിനെ പറ്റിയുള്ളൊരു ബുക്കാണ്, താല്പര്യമുള്ളവർക്ക് വായിക്കാം കേട്ടോ. ഇന്ത്യൻ മിഡിൽ ക്ലാസ്, അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നതല്ലാതെ കൃത്യമായിട്ടൊരു ബുക്കില്ലല്ലോ. ഇന്ത്യൻ ബുക്കിൻ്റെ പേര് മിഡിൽ ക്ലാസ് ഇന്ത്യ, ഡ്രൈവിംഗ് ചേഞ്ച് ഇൻ 21st സെഞ്ച്വറി, എഴുതിയിട്ടുള്ളത് മനീഷ പാണ്ഡെ. അടുത്ത രത്തൻ ടാറ്റ മരിച്ചത് പ്രമാണിച്ച് രത്തൻ ടാറ്റയെ ലൈഫ് എഴുതിയിട്ടുള്ള തോമസ് മാത്യു. 2 ശതാബ്ദത്തിലേറെ ടാറ്റ കമ്പനിയുടെ അമരക്കാരനായിരുന്ന രത്തൻ ടാറ്റയുടെ അനുഭവസമ്പന്നമായ ജീവചരിത്രം. അടുത്ത ടൈറ്റ് റോപ്പ് ടു മൂൺ, ഹൗ മെഗാ ഫൗണ്ടേഴ്സ് വിൻ ദ സ്റ്റാർട്ടപ്പ് വാർ, രാഹുൽ ചന്ദ്ര. സ്റ്റാർട്ടപ്പുകൾ എങ്ങനെയാണ് വലിയ വിജയത്തിലേക്ക് കുതിക്കുന്നതെന്ന് അനുഭവ സാക്ഷ്യങ്ങളുടെ അകമ്പടിയോടെ വിവരിക്കുന്നു. അടുത്തത് ഇന്ത്യ എന്ന ആശയം, എഴുതിയിട്ടുള്ള സുധാമേനോൻ ഭയങ്കര ഫേമസ് റൈറ്ററാണ്. ഇന്ത്യ എന്ന ആശയം പേറുന്ന ചരിത്രത്തിലെ ചില ത്രസിപ്പിക്കുന്ന ഏടുകളിലേക്ക് ഗൃഹാതുരിതമായ നോട്ടം വായിക്കുന്ന പുസ്തകം. അത് മലയാളമാണ് കേട്ടോ. സുധാമേനോൻ ശരിക്കും ഇംഗ്ലീഷിൽ എഴുതുന്നത്, മലയാളം ട്രാൻസ്ലേഷൻ. മിക്കവാറും DC ബുക്സാണ്. ഞാൻ ഓർത്ത് മലയാളം ട്രാൻസ്ലേഷൻ ആയപ്പോൾ മാതൃഭൂമിക്കാരായിരിക്കും, അമ്മ ഒരു സെൽഫ് പ്രൊമോഷൻ അടിച്ചായിരിക്കും. 54 ലോകം, 54 3 ചോദ്യങ്ങളും ഉത്തരങ്ങളും വായിക്കാം. പിന്നെ മറ്റൊരു പുസ്തകം കേട്ടോ, റിവ്യൂ ആയിരിക്കും, ദ ഗോൾഡൻ റോഡ്, വില്യം ഡാൽബറിയുടെ ഗോൾഡൻ റോഡും ഇതിനകത്ത് റിവ്യൂ ചെയ്തിരിക്കുന്നു. നന്നായിരിക്കും. സാധാരണ ഇവർ ഏത് ബുക്ക് ചെയ്താലും നല്ല പുസ്തകങ്ങൾ മാത്രമേ അവർ റെക്കമെൻഡ്. അത് നോൺ ഫിക്ഷനാണ്, കാരണം ഈ ജനറൽ നോളജുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് നോൺ ഫിക്ഷനാണ്. വില്യം ഹിംബ്ലിയുടെ ദ ഗോൾഡൻ റോഡ്, ഹൗ ഏഷ്യൻ ഇന്ത്യ ട്രാൻസ്ഫോംഡ് ദ വേൾഡ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് സിൽക്ക് റോഡ് എന്ന് പറഞ്ഞൊരു ഭയങ്കര ഫേമസ് ബുക്കുണ്ട്. ഒരു ഏതാണ്ട് ഇതേ കണക്കിരിക്കും, നടുക്ക് ഇങ്ങനെ സിൽക്ക് റോഡ് എന്ന് എഴുതും, ഒരു ബ്ലൂവും പർപ്പിളും കൂടെ കവർ വരുന്നത്. എൻ്റെ അമ്മ ഭയങ്കര ഫേമസ് ബുക്കാണ്, ഇതുവരെ എൻ്റെ കൈ കിട്ടിയിട്ടില്ല. സിൽക്ക് റോഡ് എങ്ങനെയാണ് അതായത് ബേസിക്കലി എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പം എന്ന് പറഞ്ഞാൽ യൂറോപ്പും അമേരിക്കയാണ് ഭയങ്കര സംഭവം എന്നുള്ളതാണ് വെപ്പ് ഇപ്പം. അപ്പോൾ പക്ഷേ എന്നാൽ ശരിക്കും നമ്മൾ കുറച്ച് വർഷം ഒരു 100 വർഷം അല്ലെങ്കിൽ 200 വർഷം പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ അന്നത്തെ ഏറ്റവും വലിയ സംഭവങ്ങളെന്ന് പറഞ്ഞാൽ ഇന്ത്യ, ചൈന, ഈ ഏരിയ ആയിരുന്നു. അതായത് സൂപ്പർ പവേഴ്സ് എന്ന് പറയുന്നത് നമ്മളായിരുന്നു. മറ്റവന്മാർ വെറും പ്രാകൃതന്മാരായിട്ട് നടന്നതാണ്, ഈ യൂറോപ്പ്, അമേരിക്ക, അങ്ങനെയൊക്കെ. അപ്പോൾ അതിനെപ്പറ്റി എഴുതിയ ബുക്കാണ് ഇത് സിൽക്ക് റോഡ്. അതായത് എങ്ങനെയാണ് ലോകം, സിൽക്ക് റോഡ് എന്ന് പറയുന്ന ആ ഒരു ബെൽറ്റാണ് ലോകത്തെ മാറ്റിമറിച്ച്. അവരായിരുന്നു സൂപ്പർ പവേഴ്സ്, അവരെങ്ങനെയായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്യുന്ന ബുക്കാണ്. എനിക്ക് വായിക്കാൻ കിട്ടിയിട്ടില്ല, ഭയങ്കര ഫേമസ് ബുക്കാണ്, എനിക്ക് ഇതുവരെ അത് കൈ കിട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു പാരഡി എന്നല്ല, അതിൻ്റെ ഒരു സബ്ബായിട്ട് വരുന്നതാണ് ഇന്ത്യ എങ്ങനെയാണ് അതിന് കോൺട്രിബ്യൂട്ട് ചെയ്തത് ഉള്ളതാണ് ഇദ്ദേഹം ഇതിനകത്ത് എഴുതുന്നത്. ഗോൾഡൻ റോഡ് എന്ന് വെച്ചാൽ അത് ഏകദേശം അതിൻ്റെയൊക്കെ കവർ തന്നെ, സിൽക്ക് റോഡിൻ്റെയൊക്കെ കവർ പോലെ തന്നെ, പക്ഷേ ഇത് കുറച്ചും കൂടി ഇന്ത്യൻ ടച്ചിലുള്ള കളേഴ്സ്. മറ്റേതൊരു ബ്ലൂ ആൻഡ് പർപ്പിൾ കളറിലെ കവറാണ്. ഫേമസ് ബുക്കായതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയും. ദ സിൽക്ക് റോഡ്.
യെസ്, ഇന്ത്യ 54. അപ്പോൾ ഇന്ത്യ എന്ന ടോപ്പിക്കിലുള്ള ആദ്യത്തെ 3 ചോദ്യങ്ങൾ ഉത്തരങ്ങൾ 2024 നടന്ന സംഭവങ്ങളാണ്. ലോകം എന്ന ടോപ്പിക്കിൽ ആദ്യം വായിക്കണം. 3 ചോദ്യം 3 ഉത്തരം. ഏഷ്യയിലെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് സംവിധാനം സൃഷ്ടിക്കാൻ IIT മദ്രാസുമായി സഹകരിക്കുന്ന കമ്പനി. ഉത്തരം ആർസെലർ മിത്തൽ. രണ്ടാമത്തെ ചോദ്യം, 2024 ഹെങ്ക് കൊടുങ്കാറ്റ് വീശിയത് എവിടെയാണ്? യുണൈറ്റഡ് കിങ്ഡം. ഹെങ്ക് കൊടുങ്കാറ്റ് വീശിയത് 2024 യുണൈറ്റഡ് കിങ്ഡം. UAEയിൽ ഇന്ത്യ സ്ഥാപിക്കാൻ തീരുമാനിച്ച പ്രത്യേക വ്യാപാര മേഖല ഭാരത് പാർക്ക്. UAEയിൽ ഇന്ത്യ ഒരു പാർക്ക് സ്ഥാപിക്കുന്നുണ്ട്. ഇന്ത്യ പോയിട്ട് അവിടെ പോയി. സാധാരണ ഇന്ത്യയിൽ വന്നിട്ടാണ് വലിയ വലിയ ടീമുകൾ ഓരോ പാർക്കും പിന്നെ എന്താ പറയുക ഇൻഫോ പാർക്ക്, ആ പാർക്ക്, ഈ പാർക്ക് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്. ഇന്ത്യ UAE പോയി. UAE ആൾറെഡി ഭയങ്കര വികസിത രാജ്യം. അവിടെ പോയി ഇന്ത്യ ഉണ്ടാക്കുന്നത് ഭാരത് പാർക്ക്. അപ്പം കൊള്ളാം, ഭാരത് പാർക്ക് കൊള്ളാം. കാരണം നമ്മൾ അങ്ങോട്ട് പോയി, സാധാരണ എല്ലാവരും ഇങ്ങോട്ട് വരും, ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങോട്ട് വരട്ടെ, നമ്മളോരോ പാർക്ക് പാർക്കുകൾ ഉണ്ടാക്കുകയും നമ്മുടെ ആൾക്കാർക്ക് ജോലി കൊടുത്താലേ പാർക്കിന് സ്ഥലം തരൂ എന്നൊക്കെ പറഞ്ഞു എപ്പോഴും ഇടയ്ക്ക് ഭയങ്കര ഇതുണ്ടായിരുന്നല്ലോ. ഇന്ത്യ 70. ഇന്ത്യ 70ാമത്തെ പേജിലെ ഇന്ത്യയെ പറ്റിയുള്ള 3 ചോദ്യം 3 ഉത്തരം. സാഗർ പരിക്രമ പരിപാടിയുടെ 10ാം ഘട്ടത്തിന് 2024 ജനുവരിയിൽ തുടക്കം കുറിച്ചത് എവിടെ? ചെന്നൈ തുറമുഖം. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാവികസേനയുടെ ചീഫ് ഓഫ് മെറ്റീരിയൽ ആയി 2024 ജനുവരി 1 ചുമതലയേറ്റത് ആര്? വൈസ് അഡ്മിറൽ കിരൺ ദേശ്മുഖ്. 3ാമത്തെ ചോദ്യം, അദാനി ഗ്രൂപ്പിൻ്റെ ക്രമരഹിതമായ ഇടപാടുകളെ പറ്റിയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് 2024 ജനുവരി റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച അമേരിക്കൻ ആസ്ഥാനമായ നിക്ഷേപ ഗവേഷണ സ്ഥാപനം ഹിൻഡൻബർഗ് റിസർച്ച്. ഈ 3ാമത്തെ ചോദ്യത്തിന് ഉത്തരം എനിക്കറിയാം കേട്ടോ. ബാക്കി ആദ്യത്തെ 2 അറിയണമെങ്കിൽ ഈ ഒരു ചോദ്യം എവിടെയെങ്കിലും ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ അത് ഹിൻഡൻബർഗ് റിപ്പോർട്ടാണ്, റിസർച്ചാണ്. ഹിൻഡൻബർഗ് റിസർച്ച്. കാരണം ഹിൻഡൻബർഗ് റിപ്പോർട്ട് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഹിൻഡൻബർഗ് കാരണം ഞാൻ അതിനെപ്പറ്റി ഒരു 7 or 8 വീഡിയോ യൂട്യൂബിൽ കണ്ട്. ഈ എങ്ങനെയാണ് അദാനി വെട്ടിച്ചതെന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. സാമ്പത്തികമായതുകൊണ്ട് നമ്മളതൊന്ന് അങ്ങനെ മുഴുവൻ. അപ്പോൾ ഹിൻഡൻബർഗ് റിപ്പോർട്ട് എന്നാണ് അത് പറയപ്പെടുന്നത്. ഹിൻഡൻബർഗ് റിസർച്ച് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്, അത് കൊണ്ടുവന്ന സ്ഥാപനത്തിൻ്റെ പേര്. അതായത് പുള്ളി ഇങ്ങനെ വെട്ടിച്ചു എന്നാണ്. അതായത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവിൽ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ യവന്മാർ ഹിൻഡൻബർഗ് റിസർച്ച് എന്ന് പറയുന്ന ടീമുകൾ ഷോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് ഏതെങ്കിലുമൊക്കെ സ്ഥാപനത്തെ കരിവാരി തേക്കുന്നതിന് മുമ്പ് യവന്മാർ അവരുടെ എന്തുവായിരുന്നു ഷെയർ ഒരു പ്രത്യേക രീതി വാങ്ങി, ഷോർട്ടിങ് എന്ന് പറയും. അത് വാങ്ങിച്ചിട്ട് അദാനിയെ കരിവാരിത്താക്കുന്നു. കരിവാരിത്താക്കുമ്പോൾ അദാനിയുടെ ഷെയർ ഇടിയുന്നു. അപ്പോൾ യവന്മാർക്ക് ലാഭം. അവന്മാർ ഈ തരികടയാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതായത് ഈ സ്ഥിരം ഉടായ്പ പരിപാടിയാണ് ഹിൻഡൻബർഗ്. അല്ലാതെ അവന്മാർ ഈ ലോകത്തെ നന്നാക്കി കളയാൻ വിചാരിച്ച് റിപ്പോർട്ട് എഴുതിയ അല്ലെന്നുള്ളതാണ് എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് എൻ്റെ എന്താ പറയുന്നത് യൂട്യൂബ് റിസർച്ച് ഇവിടെ കിട്ടിയ വിവരങ്ങൾ. അതായത് അവന്മാർ ശരിക്കും ഉടായ്പ പരിപാടിയാണ് ഒപ്പിച്ചത്. 84 കേരളം കേട്ടോ. കേരളത്തെ പറ്റിയുള്ള 3 ചോദ്യം 3 ഉത്തരം. ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കേരള സർക്കാർ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയുടെ പേര് ഓപ്പറേഷൻ അമൃത്. അമൃത് എന്ന് പറയുന്ന അതിനൊരു പൂർണ്ണരൂപമുണ്ട്, ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇൻ്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത്. ഓപ്പറേഷൻ അമൃത്. എന്തായാലും പേരിട്ടവനെ സമ്മതിക്കണം. AMRITH. അതിൻ്റെ ഫുൾ ഫോം ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇൻ്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത്. എന്നാൽ ഈ പേരിട്ടവന് ഒരു പൊൻപതക്കം. ഓപ്പറേഷൻ അമൃത്. അമൃതിനൊരു ഫുൾ ഫോം ഉണ്ട്. 2024 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ തമിഴ് പിന്നണി ഗായകൻ PK വീരമണിദാസൻ. 3ാമത്തെ ചോദ്യം, ന്യായവിലയ്ക്ക് ഗുണമേന്മയുള്ള മത്സ്യവിഭവങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഫിഷറീസ് വകുപ്പിൻ്റെ സഹായത്തോടെ മത്സ്യഫെഡ് ആരംഭിക്കുന്ന കേരള സീ ഫുഡ് കഫേ പ്രവർത്തനം തുടങ്ങിയത് ഏഴാംകുളം, തിരുവനന്തപുരം. ഏഴംകുളം എന്ന് പറയുന്നൊരു സ്ഥലം ഞങ്ങളുടെ അടുത്തുണ്ട്. ഏഴംകുളം. ഇത് ഏഴംകുളം ഞങ്ങളോടുള്ളത്. ഇത് ആഴാംകുളം. ഏഴംകുളം അല്ല, ആഴാംകുളം. തിരുവനന്തപുരത്തുള്ള ആഴാംകുളത്തിലാണ് ഒരു പുതിയ റെസ്റ്റോറൻറ്റ് പോലെ എന്തോ സംവിധാനം കേരള സർക്കാർ തുടങ്ങിയത്. അടുത്ത 95 കായികം. 95 കായികം. കായികത്തിലെ 3 ചോദ്യങ്ങൾ 3 ഉത്തരങ്ങൾ. ഏതോ ഒരു പരിപാടിയിൽ ഇങ്ങനെ പറയും 3 ചോദ്യം 3 ഉത്തരം.
2024 2020 പുരുഷ ലോകകപ്പ് വേദി 2024 പുരുഷ വേദി അമേരിക്ക ആൻഡ് വെസ്റ്റ് ഇൻഡീസ്. 2024 ജൂൺ 1 മുതൽ 29 വരെ കാനഡ, യുഗാണ്ട എന്നീ രാജ്യങ്ങൾ ആദ്യമായി T20 ലോകകപ്പ് കളിച്ചു. കാനഡയും യുഗാണ്ടയും ആദ്യമായിട്ട് കളിച്ചു T20. അമേരിക്കയും വെസ്റ്റ് ഇൻഡീസും ആയിരുന്നു 2024. ഞാൻ അറിഞ്ഞ പോലും ഇല്ല. 2024 2020 പുരുഷ ലോകകപ്പ് ജേതാക്കൾ ആരാണ്? ഇന്ത്യ. ഷെടാ, നമ്മളറിഞ്ഞില്ലല്ലേ. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 7 റൺസിന് തോൽപ്പിച്ചു. ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച് ഇന്ത്യയാണ് ഇപ്രാവശ്യം. ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ അറിയാലോ. എത്രാമത്തെ 2020 ലോകകപ്പ് ക്രിക്കറ്റാണ് 2024 നടന്നത്? 9ാമത്തെ. ഒരേ വിഷയത്തെ പറ്റിയാണ് 3 ചോദ്യവും. അടുത്തതും ഇതുണ്ടോ 2024 അടുത്ത 4ാമത്തെ ചോദ്യം വായിക്കണം. 2024 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത് രോഹിത് ശർമ്മ. ഫൈനലിൽ താരം വിരാട് കോഹ്ലി, ടൂർണമെൻറ്റിലെ താരം ജസ്പ്രീത് ബുംറ. ഞങ്ങൾക്ക് ഈ 2020 അല്ലാതെ എന്തെങ്കിലും ഒരു ചോദ്യം ഉണ്ടോ എന്ന് നോക്കണം. അടുത്തതും 2020, അടുത്തതും 2020, അടുത്തതും 2020. എൻ്റെ അമ്മോ, Under-19 ക്രിക്കറ്റ് വേൾഡ് കപ്പ്. ക്രിക്കറ്റ് അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. ഒരു ചോദ്യം കൂടെ വായിക്കാൻ. U19 പ്രഥമ അണ്ടർ ക്രിക്കറ്റ് നായിഡു അല്ലേ? ക്രിക്കറ്റ് അല്ലാതെ ഒരെണ്ണം കൂടെ വായിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ആർക്കും തോന്നരുത്. CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയത്. CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയത് ഫറൂഖ് എഞ്ചിനീയർ ആൻഡ് രവി ശാസ്ത്രി. രവി ശാസ്ത്രിയും ഫറൂഖ് എഞ്ചിനീയറുമാണ് CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയത്. അങ്ങനെ ഒരു ചോദ്യം ക്രിക്കറ്റ് അല്ലാതെ വായിക്കാമെന്ന് വെച്ചിട്ടാണ്. അടുത്ത എന്താണ്? അടുത്തത് ഛത്രി വിരമിച്ചു. അത് അതിനകത്ത് എഴുതിയിരിക്കുന്നു, ബൂട്ട് അയച്ചു എന്ന് പറഞ്ഞിട്ട്. സാറിന് അതിനകത്ത് ബുക്കർ പ്രൈസ് കിട്ടി. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ബുക്കർ പ്രൈസ്. ഞാൻ ഇത് ആൾറെഡി പല സ്ഥലങ്ങളിലായിട്ട് ന്യൂസ് വന്നതാണ്. പിന്നെ നമ്മൾ ഈ ചാനൽ കാണുന്നവരൊക്കെ മിക്കവാറും ഇത് അറിഞ്ഞാൽ കാണും. കാരണം വേറെ ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും ബുക്കറിൻ്റെ കാര്യം. സമാന്ത ഹാർവിക്കാണ് ബുക്കിൻ്റെ പേര്, ഓർബിറ്റൽ. അത് ഞാൻ പഠിച്ചു. അത് ചോദിച്ചാൽ ഞാൻ എഴുതും കേട്ടോ. ആരെങ്കിലും വന്നിട്ട് എന്താ പറയുന്നത്, ഇപ്രാവശ്യം ബുക്കർ സമ്മാനത്തിന് കിട്ടിയ ബുക്കിൻ്റെ പേര് ചോദിച്ചാൽ നമ്മൾ കാണാൻ പഠിച്ചു. ഓർബിറ്റൽ എവിടെയെങ്കിലും കാണുമ്പോൾ എടുക്കാമല്ലോ. സമാന്ത ഹാർവേ എന്നാണ് എഴുത്തുകാരിയുടെ പേര്. അവർക്കാണ് ബുക്കർ കിട്ടിയത്. സാധാരണ നോട്ടബിൾ ബുക്സ്, നോട്ടബിൾ ഫിലിംസ് എന്ന് പറഞ്ഞിട്ട് ഒരു പോർഷൻ കാണാം. അതുണ്ടോ എന്ന് നോക്കിയാൽ ചിലപ്പോൾ അടുത്തതിനകത്ത് കാണും. നോട്ടബിൾ ബുക്സ് ഓഫ് 2024, നോട്ടബിൾ മൂവീസ് ഓഫ് 2024 എന്ന് പറയുന്നത്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് 2024 ഡിസംബറിലൊക്കെ. അടുത്തത് സ്ഥിരം സാധനമായിട്ടുള്ള ഭാഷാപോഷിണി ഒരു സാഹിത്യ മാസികയാണ്. അപ്പോൾ അതിനകത്തും കൂട്ടുകൂടൽ കേരളത്തിൽ മായാമുദ്രയായി മനോരമ ഹോർത്തൂസ്. 2024 നവംബർ ലക്കത്തിലും ഹോർത്തൂസിൻ്റെ തന്നെ കവർ തന്നെ ഹോർത്തൂസ് എന്ന് പറയുന്ന പ്രോഗ്രാം കിട്ടിയായിരുന്നു. മലയാള മനോരമക്കാർ നടത്തുന്ന കേരള ലിറ്റററി ഫെസ്റ്റിവൽ, അതുപോലെ നമ്മുടെ മാതൃഭൂമിയുടെ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഒരു സംഭവമുണ്ട്. അതും ഇതുപോലെ തന്നെയാണ്. അങ്ങനെ ആ പാറ്റേണിൽ മനോരമക്കാർ നടത്തുന്ന ഒരു സംഭവമാണ് ഹോർത്തൂസ്. അപ്പോൾ അത് കേരളത്തിലെ ചുവർ ചിത്രകല, അതാണ് മറ്റൊരു ആർട്ടിക്കിൾ. അത് കവർ സ്റ്റോറി ഇതാണ്. കൂട്ടുകൂടൽ കേരളത്തിൽ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കൂട്ടുകൂടുന്നതിൻ്റെ കേരള ബോധം എന്തോന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. സൗഹൃദ പാഠങ്ങൾ മുൻപിൽ വെച്ചാണ് ഭാഷാപോഷിണി 2024 അവസാനം കുറിക്കുന്നത്. കേരളത്തിൽ സൗഹൃദ സങ്കല്പം രൂപപ്പെട്ടതിനെക്കുറിച്ചും അതിൻ്റെ പരിണാമങ്ങളെക്കുറിച്ചുമുള്ള പഠനമാണ് ഡിസംബർ ലക്കത്തിൻ്റെ മുഖലേഖനം. ഒന്നും കൂടെ വായിക്കാം. കേരളത്തിലെ സൗഹൃദ സങ്കല്പം രൂപപ്പെട്ടതിനെക്കുറിച്ചും അതിൻ്റെ പരിണാമങ്ങളെക്കുറിച്ചുമുള്ള പഠനമാണ് ഡിസംബർ ലക്കം. കാരണം ഞാൻ ഓർത്തു ഈ ഡിസംബർ മറ്റേ മാതൃഭൂമിയിലും ഈ ദളിതുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ്ട് ഇതും അങ്ങനത്തെ എന്തോ സംഭവമാണെന്ന് ഞാൻ പെട്ടെന്ന് കവർ കണ്ടപ്പം വിചാരിച്ചു. അതായത് കൂട്ടുകൂടൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഓർത്ത് അവരുടെ ഫെസ്റ്റിവലോ എന്തെങ്കിലും ആദിവാസി ഫെസ്റ്റിവലോ അങ്ങനെ എന്തെങ്കിലും ആണോ കൂട്ടുകൂടൽ എന്ന് വെച്ചപ്പോൾ അല്ല, ഇത് ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയുള്ളതാണ് പ്രാവശ്യം. ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് കേരളത്തിൽ ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടാകുന്നത്, സൗഹൃദത്തിൻ്റെ കേരളീയ ഭാവങ്ങൾ നോക്കാം, ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത് മനോരമയുടെ പ്രോഗ്രാമാണ്. അപ്പോൾ അതിനെ പറ്റിയുള്ള 3 ആർട്ടിക്കിളുണ്ട്. അതിൻ്റെ പേരുകൾ വായിക്കണം തലക്കെട്ട്. ഇതാണ് കണ്ടന്റ് പേജ്. അപ്പോൾ ഹോർത്തൂസിനെ പറ്റിയുള്ള ലേഖനങ്ങൾ 3 വായിക്കണം. ഹോർത്തൂസ് എന്ന മായാമുദ്ര. കടക്കെട്ട് മനോരമക്കാരനെ നടത്തുക. ഭാഷാപോഷണം മനോരമയുടെ കേട്ടോ, മനോരമയുടെ സംഭവമാണ്. അതുകൊണ്ട് മനോരമക്കാർ തന്നെ ഒക്കെ അടിക്കുകയാണ്. ഹോർത്തൂസ് എന്ന മായാമുദ്ര എഴുതിയുള്ള ശ്രീജിത്ത് K വാര്യർ.
ആൾറെഡി ഇപ്പം ഇതിപ്പോൾ തട്ടിയിട്ട് നടക്കാൻ വയ്യ. ഇനിയിപ്പോൾ ഓരോ TV ചാനലും ഇത് തുടങ്ങും. ആദ്യമേ ഇതൊരു രസകരമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇത് DC ബുക്സുകാരാണ് ആദ്യം ഇറക്കിയത് കേരള ലിറ്റററി ഫെസ്റ്റിവൽ. അപ്പോൾ ഭയങ്കര സംഭവമായിരുന്നു. പിന്നെ മാതൃഭൂമിക്കാർ ഇറക്കി. അപ്പോൾ തിരുവനന്തപുരം സൈഡായി. അപ്പോൾ ഞാൻ 2 വട്ടം പോയിട്ടുണ്ട് മനോരമയുടെ മറ്റേ മാതൃഭൂമിയുടെ എന്തുമായിരുന്നു ഫെസ്റ്റിവൽ ലേറ്റസ്റ്റ് ഇറക്കി. പിന്നെ കേരള ലെജിസ്ലേഷൻ കൊണ്ടുവന്നു, തിരുവനന്തപുരത്ത് തന്നെ കൊണ്ടുവന്നു. കേരള ലെജിസ്ലേഷൻ്റെ ഭാഗമായിട്ടൊരു ഫെസ്റ്റിവൽ. അതിനകത്ത് ഇതുപോലെ എന്ന് വെച്ചാൽ ആൾക്കാരെ വിളിച്ചിട്ട് പാനൽ ഡിസ്കഷൻ യൂട്യൂബിൽ വീഡിയോ തട്ടി നടക്കാൻ പറ്റും. നമ്മളെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൊണ്ട് പോയി സബ്സ്ക്രൈബ് ചെയ്യും. കാരണം ഇതെല്ലാം സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ പോയി സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് ഈ വീഡിയോകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. പിന്നെ ഷോർട്ടായിട്ട് വരും, വീഡിയോ ആയിട്ട് വരും, പലരും പല കാര്യങ്ങൾ പറയും. അങ്ങനെ ഇപ്പം ഇത് വന്നു, നമ്മുടെ മലയാള മനോരമക്കാർ വന്നു. ഇനിയിപ്പോൾ ഓരോ TV ചാനലുകൾ തുടങ്ങും. 24 ന്യൂസിൻ്റെ വക, റിപ്പോർട്ടറിൻ്റെ വക, എന്താ പറയുക, സാംസ്കാരിക വലിയ കിടക്കട്ടെ എല്ലാവരും ഓരോ ചാനലുകാരും ഇങ്ങനെ തുടങ്ങിയ. അപ്പം ഇനി ഇത് അലമ്പാവും. ഇനി ഇത് ഇങ്ങനെ, കാരണം വെച്ചാൽ ഒരേ ആൾക്കാരൊക്കെ തന്നെ എല്ലായിടത്തും വന്നിരുന്ന് സംസാരിക്കുന്നത്. ആദ്യം ഇപ്പോൾ ഒരു പുതുമ, ഇപ്പോൾ ഇവന്മാരെല്ലാം കൂടെ വന്നത് കുളവാക്കും. ഒരു റയറിറ്റി എപ്പോഴും ഉള്ളത് ഒരു നല്ലതാണ്. നമുക്കൊരു വാല്യൂ കൂടും. എല്ലാവരും ചെയ്യുമ്പം പിന്നെ ഒരിതില്ല. പിന്നെ എനിവേ, ഹോർത്തൂസ് എന്ന മായാമുദ്ര പൊക്കിയടിച്ചു. മായാമുദ്ര സെൽഫിക്കായി പോസ്റ്റ് ചെയ്യുന്ന പശു, അത് എഴുതിയിട്ടുള്ളത് U അജിത് കുമാർ. ഭാഷയുടെ മാധുര്യം എഴുതിയിട്ടുള്ളത് AB ജോർജ് സക്രിയ. അത് 3 മലയാള മനോരമക്കാരുടെ ഹോർത്തൂസ് എന്ന പ്രോഗ്രാമിനെ പറ്റിയുള്ള ലേഖനങ്ങളാണ്. അതിനുശേഷം മറ്റ് ലേഖനങ്ങൾ പേരുകൾ ഓരോന്നായിട്ട് വായിക്കുകയാണ്. ചുവർ ചിത്രകല കേരളത്തിൽ, അത് കവറിൽ അത് കൊടുത്തിരിക്കുന്നത് ചുവർ ചിത്രകല കേരളത്തിൽ. പിന്നെ സഞ്ചരിക്കുന്ന തട്ടിപ്പുകൾ TD രാമകൃഷ്ണൻ്റെ സ്ഥിരം പങ്ക്തിയാണ്, അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളാണ്. കവിതയിലെ ചാരു ചിത്രപട ഭംഗികൾ K സജീവ് കുമാർ, അത് കവിതകളെ പറ്റിയുള്ള പഠനം, അത് എഴുതിയിട്ടുള്ളത് K സജീവ് കുമാർ. അതിനുശേഷം കഥകൾ 3 കഥകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഉടുപ്പുകൾ, ഉണ്ണി ബാലകൃഷ്ണൻ, രന്തുകാമൻ, VKK രമേശ്, V കഴിഞ്ഞിട്ട് 2K പിന്നെ രമേശ്. 2 മിന്നൽ കഥകൾ PK പാറക്കടവ് ഈസ് എ മിന്നൽ കഥാ സ്പെഷ്യലിസ്റ്റ്. PK പാറക്കടവ്, അദ്ദേഹത്തിൻ്റെ 2 മിന്നൽ കഥകൾ. കവിതകളുടെ പേരും എഴുതിയ ആൾക്കാരുടെ പേരും വായിക്കണം. 1, 2, 3, 4, 5, 6, 7, 8, 9 കവിതയും 9 കവികളും. അപ്പോൾ ചെറിയ കുരുവികൾ പ്രമീള ദേവി, അതാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. എപ്പോഴും ഈ കണ്ടന്റ് പേജ് കഴിഞ്ഞാൽ പിന്നെ ഒരു കവിതയായിരിക്കും. ഇതുവരെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള എല്ലാ ഭാഷാഭൂഷണിയിലും കണ്ടന്റ് പേജ്, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കവിത. ഈ പേജിലൊരു കവിതയായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഇവിടെ സാധാരണ സച്ചിദാനന്ദൻ അങ്ങനെ എപ്പോഴും പ്രശസ്തരായ ആൾക്കാരെ, പ്രമീള ദേവിയാണ് പ്രാവശ്യത്തെ കവിതയുടെ പേര് ചെറിയ കുരുവികൾ. അടുത്ത കവിത ചില നേരങ്ങൾ ചില നേരുകൾ, എഴുതിയിട്ടുള്ളത് K രാജഗോപാൽ. നീലക്കൊടുവേലി പൂവ്, എഴുതിയിട്ടുള്ളത് ആലങ്കോട് ലീലാകൃഷ്ണൻ, വൺ ഓഫ് മൈ ഫേവറേറ്റ് റൈറ്റർ പോയറ്റ്. വിരുന്ന് മോഹനകൃഷ്ണൻ കാലാടി. നടപടു മടവൂരാശാൻ, അതാണ് കവിതയുടെ പേര് കേട്ടോ. കവിതയുടെ പേര് വായിക്കുകയാണ് നടപടു മടവൂരാശാൻ, എഴുതിയിട്ടുള്ളത് ഡോക്ടർ രാജശേഖർ P വൈക്കം. അടുത്തത് മുക്തങ്ങൾ, എഴുതിയിട്ടുള്ളത് കുറ്റിക്കോൽ ശങ്കരൻ എമ്പ്രാന്തിരി. 2 യുദ്ധ കവിതകൾ വിവർത്തനം ചെയ്തിട്ടുള്ളത് വീരാൻകുട്ടി കേട്ടോ. യുദ്ധ കവിതകൾ വിവർത്തനം ചെയ്തിരിക്കുന്ന വീരാൻകുട്ടി. അപ്പം മറ്റു ഭാഷയിൽ നിന്ന് വന്നിട്ടുള്ള 2 കവിത അത് വായിക്കണം. പിന്നെ PK പാറക്കടവിൻ്റെ കഥ ഉറപ്പായിട്ടും വായിച്ചിരിക്കും. കരുണാകരൻ എന്ന് പറയുന്നത് കവിതയുടെ പേര്, എഴുതിയിട്ടുള്ളത് കരുണാകരൻ കവിതയുടെ പേര്. പെണ്ണുങ്ങളുടെ കുപ്പായം PM ഗോവിന്ദൻ ഉണ്ണിയാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ സ്ഥിരം പങ്ക്തിയായിട്ടുള്ള പ്രതികരണങ്ങൾ, അത് വായനക്കാരെഴുതുന്നത്. അതിന് പഴമയിൽ നിന്ന് പുസ്തകലോകം സ്നേഹപൂർവ്വം എഴുതുന്നത് പനച്ചിയാണ്, അത് സ്ഥിരം പങ്ക്തിയാണ്. അപ്പോൾ അത്രയാണ് ഡിസംബർ ലക്കം ഭാഷാഭൂഷണി. സൗഹൃദങ്ങളെ പറ്റിയാണ്. അടുത്തത് ഇത് 3 നമ്മുടെ സ്ഥിരം ഐറ്റം. പിന്നെ ബാക്കിയുള്ളത് കാണുവാണെങ്കിൽ വാങ്ങിക്കാന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ വാങ്ങിച്ചാണ് ഹാസ്യ കേരളി എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ കേരളത്തിലെ ഏക ഹാസ്യ മാഗസീനാണ്. അപ്പോൾ ഒറ്റ ഒരെണ്ണേ ഉള്ളൂ, അത് ഇതാണ് ഇപ്പം നിലവിൽ. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു ഇതുണ്ടായതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നതാണ്. ഇതിനകത്ത് ഉള്ളടക്കം പേജില്ല, വെറുതെ അങ്ങ് തുടങ്ങുക, അങ്ങ് പേജ് കണക്കിന് കാർട്ടൂൺ. ഞാൻ ആൾറെഡി കുറേ തുറന്ന് കാണിച്ചിട്ടുള്ള കാർട്ടൂൺ. മതേതരപുരം, വാഷിങ്ടൺ ടു വയനാട്, എടുത്ത ശബ്ദം മുടിപ്പേൻ, അശ്വമേധം, കിട്ടാത്ത മുന്തിരി പുളിക്കും. അപ്പോൾ അങ്ങനെ കവറ് രാഷ്ട്രീയം, പൊളിറ്റിക്കൽ സ്ഥിരമുള്ളത് പോലെ തന്നെ പൊളിറ്റിക്കൽ കാർട്ടൂണാണ് കവറായിട്ട് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഇതിന് ഉള്ളടക്കം പേജില്ല, ഇങ്ങനെ അങ്ങ് തുടങ്ങുകയാണ്. ഇതൊരു കഥ ഫസ്റ്റ് പേജിലൊരു കഥ. കേരള ശബ്ദം എന്ന് പറയുന്ന മാഗസീൻ ഇറക്കുന്ന ആൾക്കാർ തന്നെയാണ്. കേരള ശബ്ദവും നാനയും ഇറക്കുന്ന ആൾക്കാർ തന്നെയാണ്
സീരിയൽ ഇറക്കുന്നത് പുതിയ രാഷ്ട്രം പുതിയ പശ്ചാത്തലം. ഇതാണ് അടുത്ത പേജ്. അടുത്ത പേജ് ഞാനങ്ങ് തുടങ്ങുവാണ്. ഉള്ളടക്കം പേജോ അങ്ങനെ ഇങ്ങനെ അങ്ങനെയൊന്നുമില്ല. ചുമ്മാ അങ്ങ് തുടങ്ങുക. ഇങ്ങനെ എഴുത്ത്, ഒരു കഥ, എല്ലാം ഫലിത ബിന്ദുക്കളാണ്. ഫലിത ബിന്ദുക്കൾ. ഇതാരെങ്കിലും ഇത് കവർ ടു കവർ വായിക്കാറുണ്ടോ എനിക്കില്ല. ഞാനാണെങ്കിൽ ജസ്റ്റ് ഞാൻ ഓടിച്ച് ഈ എന്താ പറയുക, കാർട്ടൂൺസ് എല്ലാം ഓടിച്ച് നോക്കും. കാരണം എന്ന് വെച്ചാൽ കാർട്ടൂൺസ് എല്ലാം നല്ല പെട്ടെന്ന് വായിക്കാമെന്നായോണ്ടേ. യെസ്, ഇത് കണക്കുള്ള സംഭവങ്ങളാണ്. ഇത് നിറച്ച് ഇതാണ്. ഇതിൻ്റെ ആൾക്കാരെ സമ്മതിക്കണം. ഈ എല്ലാ ആഴ്ച ഇത്രയും വരച്ചുണ്ടാക്കിയിരുന്ന ആൾ അത് സമ്മതിച്ച് പറ്റും. കാരണം വളരെ വിലക്കുറവാണ്. അപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിനനുസരിച്ചുള്ള പേയ്മെൻറ്റും കാണും. പക്ഷെ അവരെല്ലാ ആഴ്ചയും ഇതുപോലെ ഓരോന്ന് ഒരു പേജ് കണക്കിന് തട്ടിക്കൂടണ്ടേ, ഹാസ്യ കഥകളും അതും ഇതുമെല്ലാം. അതിന് ആ രീതിയിൽ സമ്മതിച്ചേ പറ്റൂ സീരിയലുകാർ. കാരണം എന്ന് വെച്ചാൽ എല്ലാം ഇങ്ങനെ എന്താ പറയുക, റഫായിട്ട് ഉണ്ടാക്കുവാണ്. ചുമ്മാ ഉണ്ടാക്കുവാണല്ലോ വായു എന്ന്. മറ്റേത് കണക്കല്ലല്ലോ. മറ്റേതെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ വിഷയങ്ങളെ പറ്റിയുള്ള അഭിപ്രായമല്ലേ. അപ്പോൾ ഇത്രയാണ് 4 മാഗസീനാണ് ഡിസംബർ ആദ്യത്തെ ആഴ്ച വാങ്ങിയത്, 2024. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും മിക്കവാറും 2025 കഴിയും സാധ്യതയുണ്ട്. കാരണം ഇപ്പം നമ്മളിപ്പോൾ ചാനലിപ്പോൾ കുറച്ച് സ്ലോ ഇങ്ങനത്തെ വല്ലപ്പോഴും ഒക്കെ 1-2 വീഡിയോകൾ വരുന്ന ചാനൽ ഇപ്പോൾ ചത്തിട്ടില്ലെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം ഒരു വീഡിയോ പെർ മന്തൊക്കെ വരുന്ന രീതിയിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഭാവിയിൽ പോകെ ചിലപ്പോൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് വരും. ഇപ്പം നമ്മളുടെ എല്ലാം മൊത്തത്തിൽ സ്ലോ ആണ്. ചാനലിനും ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല, ലൈഫിനും ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല. അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് മൊത്തത്തിലൊരു ആവേശമില്ല ചെയ്യാൻ. ബട്ട് എനിവേ, ഇന്ന് നല്ല ആവേശത്തിലാണ് കേട്ടോ. ഇന്ന് ഞാൻ വേറൊരു വഴിക്ക് പോയതാണ്. എൻ്റെ ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നറിയില്ല, എൻ്റെ പല്ല് ഭയങ്കര ഇതായിപ്പോയി. ഇവിടെ മൊത്തം വേദനയും അതും ഇതൊക്കെ ആയി, ആകെ വിഷയമായി, ഇവിടെ മുഴയായി. അങ്ങനെ ഞാൻ പല്ല് പറിക്കാനൊക്കെ പോയി അങ്ങനെ നടന്നപ്പോഴേക്ക് ഹാർട്ട് ബീറ്റ് കൂടിയപ്പോഴേക്ക് ഞാൻ കുറച്ച് ആവേശഭരിതനായി. അതാണ് ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോൻ്റെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി.